ഹലോ. ഹലോ മേഡം, അനീഷ്. എന്താ മേഡം വിളിച്ചേ? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ. ആ ആ എന്ന് പഠിച്ച ഡ്രൈവിംഗ് എല്ലാം എങ്ങനെയുണ്ട്? ഇന്ന് എനിക്ക് ശരിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇത് മേഡം എങ്ങനെയുണ്ട് എൻ്റെ ഇത്? ഞാൻ വേറെ റെഡി ആവൂലേ? മേഡത്തിന്റെ അഭിപ്രായം എന്തുണ്ട്? എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല അനീഷിനെ. ആ അത് എനിക്കും പിന്നെ വണ്ടിയിൽ വേറെ പെൺകുട്ടികളായത് കൊണ്ട് ആണുങ്ങളായിട്ട് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അതെ, എൻ്റെ അടുത്ത് പെൺകുട്ടികളാണ് കുറച്ചധികം ഉള്ളത്. ആദ്യമായിട്ടാണൊരു ആൺകുട്ടി വരുന്നത്. അതെ അല്ലേ. അതുകൊണ്ട് ചെറിയൊരു ചമ്മലുണ്ട് എനിക്ക്. മേഡത്തിന്റെ കൂടെ മേഡം കാണിച്ചു തരുമ്പോ ഈ ചമ്മലൊന്നും വേണ്ട. എന്തിനാ ചമ്മല്? അല്ല, എല്ലാരും ലേഡീസ് ആയതുകൊണ്ടേ. അതൊന്നും സാരമില്ല, ഞാനല്ലേ പഠിപ്പിക്കുന്നു. അതെ, എൻ്റെ അടുത്ത് ചേരാൻ വരും പറഞ്ഞ എന്റെ സുഹൃത്ത് പറഞ്ഞ ഇത് നന്നായിട്ട് പഠിപ്പിക്കുന്ന മേഡാന്നൊക്കെ പറഞ്ഞത്. ഞാൻ വിചാരിച്ച ആണുങ്ങൾ എല്ലാരും ഉണ്ടാവുന്ന വിചാരിച്ചു. ഇല്ല, ആണുങ്ങള് കുറവാല്ലേ? ഇപ്പം പെൺകുട്ടികളാണ് കൂടുതൽ. പിന്നെ അനീഷിനെ കാണാൻ നല്ല സ്റ്റൈലുണ്ട് കേട്ടാ. അതെയാ മേഡം? ഒന്നുമില്ല. പിന്നെന്തുണ്ട്? വേറൊന്നുമില്ല. ഞാൻ നാളെ വരില്ലേ? നാളെ വരും. നാളെ വരും. നാളെ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇന്ന് വന്ന സമയത്തിന് തന്നെ വന്നാ പോരെ? അങ്ങനെ തന്നെ വന്നാ മതി. അല്ലെങ്കിൽ പെൺകുട്ടികൾ പോയി കഴിഞ്ഞിട്ട് വരുന്ന രാവിലെ വന്നിട്ട് പോകും. എത്ര മണിക്ക്? അവര് രാവിലെ ഇങ്ങനെ ക്ലാസ്സിനെല്ലാം പോകുന്ന കുട്ടികളല്ലേ, അപ്പൊ അത് കഴിഞ്ഞിട്ടെന്നാവാ മേഡം പറയുന്ന പോലെ. എന്നാ എനിക്ക് സൗകര്യത്തിൽ പഠിപ്പിക്കാലോ. അന്നേരം എത്ര മണിക്കാ മേഡം വരണ്ടേ? ഒരു 9 മണി അങ്ങനെ വരാൻ പറ്റുമോ? 9 മണി എന്ന് പറയുമ്പോ കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞാല് കുറച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ജോലിയാണ്. അല്ല, അപ്പൊ എനിക്ക് അനീഷിനെ നല്ല ശ്രദ്ധിക്കാൻ പറ്റും. അതെയാ, എന്നാ അത് മേഡത്തിന്റെ സൗകര്യം പോലെ ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല. അനീഷ് മാത്രമല്ലേ ഉണ്ടാവും അന്നേരം? അതെ അല്ലേ. അന്നേരം മേഡത്തിന് ബുദ്ധിമുട്ടാവുമോ മേഡം? ഇല്ല, എന്ത് ബുദ്ധിമുട്ട്? അനീഷ് എപ്പം പഠിക്കാൻ വരാം. എപ്പം പഠിക്കുന്നു? 9 മണി മുതൽ അന്നേരം മേഡം എത്ര മണി വരെ അന്നേരം പഠിപ്പിക്കുക? 9 മണിക്കാണോ വരണ്ടേ മേഡം? അനീഷിന് എത്ര മണിക്കാ ജോലിക്ക് പോകേണ്ടത്? അത് ഞാൻ പറഞ്ഞോളാം. മേഡം പറയുന്നൊരു സമയം വെച്ചിട്ട് ഞാൻ അതിനുശേഷം ജോലിക്ക് പോയിക്കോളാം. എന്നിട്ട് ഞാൻ വൈകുന്നേരം കുറച്ച് നേരത്തെ കുറച്ച് കൂടുതൽ സമയം ജോലി ചെയ്താൽ മതി. അതെയോ? ഒരു 8:30 വരെ പെൺകുട്ടികളുണ്ടാവും. അപ്പോ അതിനുശേഷം അനീഷിനെ പഠിപ്പിക്കാം. അപ്പൊ ഞാനൊരു 8:30 അധികം പഠിപ്പിക്കാനേ. അനീഷ് ആയതുകൊണ്ട് കുറച്ച് സമയം അധികം ഞാൻ പഠിപ്പിക്കാം. അന്നേരം ഞാൻ വേഗം പഠിക്കുവല്ലേ? അന്നേരം വേഗം പഠിക്കാൻ പറ്റും. അനീഷിന് എന്തോ എനിക്ക് ഇഷ്ടായിനി. ഞാൻ വിചാരിച്ചല്ല, മേഡവും കാണാൻ നല്ല സ്റ്റൈലുണ്ട് കേട്ടോ മേഡം. അതെയോ? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്നോട്. അല്ല, അത് എനിക്ക് നല്ല കണ്ടേരേ തോന്നിയിരുന്നു. മേഡത്തിന് കാണാൻ നല്ല സ്റ്റൈലുണ്ട്. പക്ഷെ എനിക്കത് പറയാ മേഡം മേഡം ഒന്നും വിളിക്കണ്ട അനീഷ്. പിന്നെന്ന് വിളിക്കുക? എന്റെ പേര് അനുപമ. അനുന്ന് വിളിച്ചോ, അതാണ് എനിക്കിഷ്ടം. മേഡം അനുപമ അനുന്ന് വിളിക്കുമ്പോ അതൊന്നും സാരില്ലാന്നേ. അവരെ മുമ്പിന്ന്, കുട്ടികളെ മുമ്പിന്ന് എന്നെ മേഡം വിളിച്ചാൽ മതി. അല്ലാതെ ഇപ്പൊ അനീഷ് എന്നെ അനുന്ന് വിളിച്ചാൽ മതി. അതാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ വിളിക്കാം മേഡം. അനു പേര് വിളിച്ചാ മതി അന്നേരം? അനുന്ന് വിളിച്ചാൽ മതി. ശരി മേഡം. പിന്നെ മേഡം അല്ല, അനു. അപ്പൊ നാളെ ഒറ്റക്കാണ് പഠിപ്പിക്കുന്നത്? അനു. നാളെ ഒറ്റക്ക് ഞാൻ മാത്രമേ ഉണ്ടാവും പഠിപ്പിക്കാൻ? നാളെ അനീഷ് മാത്രമേ ഉണ്ടാവും. പെൺകുട്ടികളെ ഞാൻ വേഗം ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ട് വിടാം.
അതിന്റെ രാവിലെ എനക്ക് ഗിയറിന്റെ ഇതൊന്നും പറഞ്ഞെന്ന് ശരിക്കും അങ്ങ് മനസ്സിലായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞേ, ഉം, ഒറ്റക്കാകുമ്പോ എനിക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. ഉം. ഉം. അങ്ങനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കാം. ഇത് ഗിയർ മാറ്റുമ്പോ ക്ലച്ച് അമർത്തി ചവിട്ടുമ്പോ എന്തോ ഒരു സൗണ്ട് വന്ന പോലെ തോന്നിന്. അത് കുഴപ്പമാണോ മേഡം? ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. അല്ല മേഡം എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതെയോ? ആ അത് എനിക്ക് ഓർമ്മയില്ല. അതല്ല ഞാൻ പറഞ്ഞ, കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ കൊറേ കുട്ടികളുണ്ടാവുമ്പോ എനിക്കിത് ഞാനക്ക് സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഗിയർ മാറ്റുമ്പോ ഒരു വണ്ടി ഒരു സൈഡിലേക്ക് പോകുന്നു. അതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഭയങ്കര പേടിയായിപ്പോയി. ഞാൻ വിചാരിച്ചതിനെക്കാളും ബുദ്ധിമുട്ടാണോ പേടിയൊന്നും കാർ വേണ്ട. ഓടിക്കാൻ. അല്ല, നാളെ ഞാൻ ഒരുമിച്ച് തന്നെ ഇരുന്നിട്ട് എല്ലാം ചെയ്തു തരാം, പഠിപ്പിച്ചുതരാം. അപ്പൊ പഠിക്കുമല്ലോ. ആ, ആ. പിന്നെ ഗിയർ മാറും. അങ്ങനെ നേരെ പിടിച്ചാ പോരെ? ആ നേരത്തിന്. പക്ഷെ ഞാൻ ഗിയറിൽ ഇങ്ങനെ പിടിക്കുമ്പോ മേഡം കൂടെ എന്റെ കയ്യിൽ കയറി ഗിയർ പിടിച്ച് ഇങ്ങനെ ഇടിപ്പിക്കാൻ നോക്കുമ്പോ പിന്നെ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെണ്ണ് എന്റെ കൈ ഇങ്ങനെ പിടിച്ചത്. അതാണ് മൊത്തത്തില് എനിക്കൊരു ബറയില് വന്നത്. പിന്നെ അതാണ് മേഡം എന്റെ കയ്യിൽ പിടിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഗിയർ മാറ്റിയത്. ഇങ്ങനെ അങ്ങനെ തോന്നിയ ഒരു പേടിയാന്ന് തോന്നി ശരിക്കും. അതാണ് എനിക്ക് ഗിയറൊന്നും പിന്നെ ഇടാൻ കഴിയില്ല. ശരീരം ദേഹം മൊത്തം ഒരു ബറയിൽ വന്നുപോയി. ഞാൻ വിചാരിച്ചിനി മേഡം ഇപ്പം വിളിച്ചതിന് അതിന് വഴക്ക് പറയാന്നാ വിചാരിച്ചേ. അയ്യോ, ഞാൻ തൊട്ട് നീ ചനീസ് എന്തിനാ പേടിക്കുന്നുണ്ട്. അല്ല അത് അപ്പം ഇത് വഴക്ക് പറയാൻ വിളിച്ചല്ലേ, അപ്പൊ എനിക്ക് പേടിയില്ല. അതൊന്നുമില്ല. നാളെ എന്നാല് ഞാൻ പറഞ്ഞ സമയത്ത് വരണേ. നാളെ ആ സമയത്ത് തന്നെ വരും. പിന്നെ അന്നേരം ഇന്ന് വന്ന സ്ഥലത്ത് തന്നെ വന്നാൽ മതിയോ? ആ ഗ്രൗണ്ടിൽ തന്നെ വന്നാൽ മതിയോ? അല്ലെങ്കിൽ അല്ല, മറ്റേ ഞാൻ നടത്തുന്ന ഇവിടെ വന്നാൽ മതി, ഷോപ്പില്. അവിടെ നമുക്ക് ഒരുമിച്ച് ആടെ വരണ്ടേ? ഷോപ്പില് സ്കൂളിലേക്കാ വരണ്ടേ? ഷോപ്പില് സ്കൂളിലേക്ക് വന്നാൽ മതി. നമുക്ക് രണ്ടുപേർക്കും അവിടെ നിന്ന് പോകാം ഒരുമിച്ചിട്ട് ഗ്രൗണ്ടില്. ആ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ നേരെ ഗ്രൗണ്ടിൽ വരുക. അല്ല, ഗ്രൗണ്ടിൽ പോണ്ട, നേരെ സ്കൂളിലേക്ക് വന്നു. അത് നല്ല. അന്നേരം എത്ര മണിക്കൂറായിരിക്കും ഏതാണ്ട് നാളെ ഓടിക്കുക? എന്നാലും നമുക്ക് പണിക്കുന്നിടത്ത് പറയുന്നു. 1 മണിക്കൂർ 2 മണിക്കൂറല്ലേ ഇന്ന് രാവിലത്തെ പറഞ്ഞു. അപ്പൊ എത്ര മണിക്കായിരിക്കും നാളെ? ഇന്ന് 2 മണിക്കൂറോളായിന്. നാളെ എന്നാല് കുറച്ച് അധികം എടുക്കാം. അധികം എടുക്കോ? 2.5 മണിക്കൂർ അങ്ങനെ ആയാല് കുഴപ്പമുണ്ടോ? ഇല്ല, ഞാനത് മുൻകൂട്ടി അവിടെ പറഞ്ഞാൽ മതി, ഇത്ര മണിക്ക് ഞാൻ വരുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ അന്നേരം എല്ലാ ദിവസവും ഇങ്ങനെയായിരിക്കും ചെയ്യാൻ? അന്നേരം ഞാൻ മാത്രം ഇതേ സമയം തന്നെയാ? അന്നേരം എനിക്ക് അവിടെ സമയം ശരിക്കും പറഞ്ഞാൽ പിന്നെ എല്ലാ സമയമല്ലേ പോകണ്ടു. അന്നേരം ഞാൻ ഈ അടുത്ത ഫീസ് ഇന്ന് ഞാൻ 5000 റുപ്യ തന്നത്. ഞാൻ ഇനി അടുത്ത ഫീസ് ഇനി അന്നേരം എപ്പോ തരണം എനിക്കൊന്ന് മുൻകൂട്ടി പറയണേ. ഫീസ് അനീസിന്റെ കയ്യിലുള്ളേരം തന്നാ മതി, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അറിയാ ഉള്ളപ്പോ തന്നാ മതി. എന്നുവെച്ചാല് ഞാൻ ഇങ്ങനെ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. അത് വേണ്ട, ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ആണ് ആക്കുന്നത്. അതെ, അത് ഞാൻ പറഞ്ഞത്. ഉള്ളപ്പോ തന്നാ മതി, കയ്യിലുള്ളപ്പോ തന്നാ. എന്നുവെച്ചാ പഠിച്ചു തീരുമ്പോഴേക്ക് തരണ്ടേ അല്ലേ? അങ്ങനെയോ അല്ലെ പഠിച്ചു കഴിഞ്ഞിട്ടോ എങ്ങനെയാലും സാരമില്ല. അതിനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ കാറിന്റെ കഴിഞ്ഞിട്ടാണ് 2 വീലർ പഠിപ്പിക്കുക? ആദ്യം 2 വീലർ വേണ്ട, കാർ കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം. അതെ, ഇന്ന് കാറിൽ ഇരുത്തിയോണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ആദ്യം 2 വീലർ പഠിപ്പിക്കുമെന്നാണ് വിചാരിച്ചത്. അല്ല, കാറ് പഠിപ്പിക്കാം, അതാ സൗകര്യം എനക്കും. രണ്ടാക്കും അതല്ലേ സൗകര്യം. കാറിന്റെ ആകുമ്പോ എനിക്ക് ഏത് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ കാറിന്റെ ആണെങ്കിൽ
നേരം സൗകര്യം. അതെ അല്ലേ? പെട്ടെന്ന് മറിഞ്ഞ് വീണ് പോകുമെന്നൊന്നും പേടിക്കണ്ടല്ലോ. ആ ആ ടൂ വീലർ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സൈക്കിൾ ഓടിച്ച ഒരു ഇതേ ഉള്ളൂ. ഉം. ഉം. അതുകൊണ്ടാ പറഞ്ഞത്. ആ ഉം. എന്നാ പിന്നെ ഞാൻ നാളെ രാവിലെ 8:30 അവിടെ സ്കൂളിലെ ഓഫീസിലേക്ക് വരാം. എന്നാ എന്നാ ശരി എന്നാല് മാഡം. എന്നാ ശരി.